നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ ഇന്നലെ പുലർച്ചെ നടന്ന അമേരിക്കയുടെ ആക്രമണം ഇറാൻ ആണവോർജ സമിതി സ്ഥിരീകരിച്ചു. ഫോർദോ, നതാൻസ്, ഇസ്ഹാൻ എന്നീ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നുമാണ് ഇറാൻ ആണവോർജ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിയൻ ആണവോർജ കേന്ദ്രങ്ങളിൽ നിന്ന് റേഡിയേഷൻ ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്ക ശക്തം. ഇതുവരെ ആണവ വികിരണ തോതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ അറിയിപ്പ്. എന്നാൽ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇരു രാജ്യങ്ങളും എക്കാലവും ഓർമ്മിപ്പിക്കുന്ന പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സമാധാനത്തിലേക്ക് എത്താൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നും കഴിഞ്ഞ 8 ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ദുരിതമാണ് കാത്തിരിക്കുന്നതെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് വിശദമാക്കിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 10ാം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത്. അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പേരടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പെൻറ്റഗൺ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ അതീവ രഹസ്യമായിട്ടാണ് ഇറാനിലെ ആക്രമണം നടപ്പാക്കിയതെന്ന് പെൻറ്റഗൺ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കയുടെ വ്യോമസേന ജനറൽ ഡാൻ ഖെയ്ൻ വ്യക്തമാക്കി. ഇറാനെ ആക്രമിച്ച അമേരിക്കൻ നടപടി അപകടകരമാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു. അങ്ങേയറ്റത്തെ ആശങ്കയുണ്ടാക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ഇത് ആണവ വ്യാപന കരാറുകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും ആന്റണിയോ ഗുട്ടറസ് നൽകി. എന്നാൽ ഇറാനെ നേരിട്ടാക്രമിച്ച അമേരിക്കയുടെ നടപടി ധീരമായ ഇടപെടലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടി ഇല്ലാതാക്കാനും ആണവ ഭീഷണി തടയാനുമാണ് ഇറാനു നേരെ ആക്രമണം നടത്തിയതെന്ന് US വക്താവ് പറഞ്ഞു. UN രക്ഷാസമിതി കൗൺസിലിനെ അറിയിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ വിളിച്ച യോഗത്തിലാണ് US വക്താവ് ദൊറോത്തി ഷൈഹയുടെ വിശദീകരണം. അതേസമയം അമേരിക്കക്കാർക്ക് നേരെയോ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയോ നേരിട്ടോ അല്ലാതെയോ ഇറാൻ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അതിന് വിനാശകരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും US വക്താവ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അടിയന്തരവും നിരുപാധികവുമായ വെടിനിർത്തലിന് പ്രമേയം പാസാക്കണമെന്ന് റഷ്യയും ചൈനയും പാകിസ്ഥാനും കൗൺസിലിൽ ആവശ്യപ്പെട്ടു. അമേരിക്ക അഴിച്ചുവിട്ട ആക്രമണം ആണവ നിർവ്യാപന കരാറിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും ചർച്ച നടക്കുമ്പോൾ നടന്ന ആക്രമണം ചർച്ചകളുടെ സാധ്യതകൾ തകർത്തെന്നും ഇനി ഇങ്ങനെ ചർച്ച നടക്കുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി ചോദിച്ചു. അപകടകരമായ യുദ്ധം തുടങ്ങി വച്ചിരിക്കുകയാണ് അമേരിക്ക എന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ വന്നതിന് പിന്നാലെ എല്ലാ വിമാനങ്ങളും മറ്റൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ റദ്ദാക്കിയതായി ഇസ്രായേൽ ഔദ്യോഗിക വിമാന സർവീസായ ഇസ്രായേൽ എയർലൈൻ വ്യക്തമാക്കി. ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് തിരിച്ച വിമാനങ്ങൾ മറ്റൊരു വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നും ഇസ്രായേൽ എയർലൈൻ വിശദമാക്കിയതായി ഇസ്രായേൽ മാധ്യമമായ ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സാധാരണ നിലയിലേക്ക് മടങ്ങണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി മോദി എക്സിലൂടെ കുറിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക്. ചർച്ചകളുടെ വഴി അമേരിക്ക തകർത്തെന്നും ആക്രമണം ആണവ നിർവ്യാപന കരാറിനെ ബാധിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ആണവ സമിതി അടിയന്തര യോഗം ചേരും. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണത്തെ ശക്തമായി അപലപിച്ച CPM ജനറൽ സെക്രട്ടറി അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും വിമർശിച്ചു.
ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നില്ലെന്ന US ഇന്റലിജൻസ് റിപ്പോർട്ടടക്കം അവഗണിച്ചാണ് ട്രംപ് ഈ ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ബേബി ചൂണ്ടിക്കാട്ടി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീതെന്ന് റിപ്പോർട്ടുകൾ. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഞായറാഴ്ച ചേർന്ന CPM നേതൃത്വ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം. അതേസമയം തെരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. MV ഗോവിന്ദനെ വേദിയിലിരുത്തിയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഓണക്കാല വിപണിയിലെ ഇടപെടലിന് സപ്ലൈകോയ്ക്ക് 100 കോടി ധനവകുപ്പ് അനുവദിച്ചു. വിലക്കയറ്റത്തിന്റെ കാലത്ത് വിപണി ഇടപെടൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനാണ് തുക അനുവദിച്ചത്. ബജറ്റിൽ വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് വകയിരുത്തിയിട്ടുള്ള 250 കോടി രൂപയാണ്. 100 കോടി അനുവദിച്ചതോടെ ഓണക്കാലത്തേക്കുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. വർക്കർമാർക്ക് 3 മാസത്തെ ഓണറ്റേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ചു സർക്കാർ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറ്റേറിയമായി നൽകേണ്ട തുകയാണ് മുൻകൂറായി അനുവദിച്ചത്. 6 മാസത്തെ തുക മുൻകൂർ അനുവദിക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പകുതി തുകയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി ചിത്രം JSKക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. സിനിമ പേര് മാത്രമല്ല, ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ട് ഇടപെട്ടാണ് പറഞ്ഞതെന്നും എന്നിട്ട് മാറ്റമില്ലെന്ന് പറഞ്ഞെന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സുരേഷ് ഗോപി നായകനായ ജാനകി vs സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് അനുമതി നിശ്ചയിച്ച കേന്ദ്ര സെൻസർ ബോർഡ് നടപടിയെ പരിഹസിച്ച് മന്ത്രി B ശിവൻകുട്ടി. സെൻസർ ബോർഡോ സെൻസില്ലാത്ത ബോർഡോ എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിനെ നടപടിയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ച്. കഴിഞ്ഞ ദിവസമാണ് JSK ജാനകി vs സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ് നടപടി വിവാദമാകുന്നത്. കായലോട് ആൾക്കൂട്ട അതിക്രമത്തെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ ആൺസുഹൃത്തിനെതിരെ പോലീസ് കേസെടുക്കില്ല. യുവതിയിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്ന കുടുംബത്തിൻ്റെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 3.5 വർഷമായി സൗഹൃദമുള്ള യുവതിയുമായി അസ്വാഭാവിക സാമ്പത്തിക ഇടപാടുകൾ റഹീസ് നടത്തിയിട്ടില്ല. യുവാവിനെതിരെ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലും പരാമർശമില്ല. മരണത്തിൽ റഹീസ് ഉത്തരവാദിയല്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത്. സാമൂഹിക നീതി ഇല്ലാതാകുമ്പോൾ താൻ അനീതി ചൂണ്ടിക്കാട്ടുമെന്നും അതിൽ ആരും തന്നെ കുറ്റപ്പെടുത്തേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈഴവ സമുദായത്തിൻ്റെ ശത്രു സമുദായങ്ങൾ തന്നെയാണെന്നും സത്യങ്ങൾ പറയുമ്പോൾ തന്നെ എന്തിന് കല്ലെറിയുന്നുവെന്നും മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനമല്ലെന്നും അക്കാര്യം ചൂണ്ടിക്കാണിച്ച തന്നെ എതിർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ മാളയിൽ NSS സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിൽ ഭാരതാംബ ചിത്രവിവാദം. തിരുമുക്കുളം കരയോഗത്തിൽ മന്നത്ത് പത്മനാഭനോടൊപ്പം കാവ്യപതാകേന്ത്യ ഭാരതാംബയെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടി കരയോഗം കമ്മിറ്റികൾ തടഞ്ഞു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് മാള കുഴൂരിൽ തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രശ്നമുണ്ടായത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും സോളാർ തന്നെയല്ലേ? എന്നാൽ സോളാർ വെച്ചാൽ കറന്റ് പോയാൽ കറന്റ് ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം. സോളാർ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു. ഉപയോഗവും ഇല്ല, മീറ്റർ റീഡിംഗും ഇല്ല, എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം. നിങ്ങൾക്കിതിന് ഒരു പരിഹാരം വേണ്ടേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല, ബാക്കി കറണ്ട് KCBക്ക് കൊടുത്ത വരുമാനവും ലഭിക്കുന്നു. എന്താ, വിശ്വാസമായില്ലേ? അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.